നമസ്കാരം. നിങ്ങൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ പേരൻസ് മാതാപിതാക്കള് സ്ഥിരം വീട്ടിലൊക്കെ വഴക്ക് കൂടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇവിടെ ഈ നിമിഷം ഇത് നിർത്തിക്കൊള്ളൂ കേട്ടോ. നിങ്ങളുടെ മക്കളുടെ മാനസികാവസ്ഥ, അവരുടെ മാനസിക ട്രോമ എന്താണെന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കച്ചറ കൂടുന്ന സമയത്തൊക്കെ രണ്ടു പേർക്കും ആരുടെ ഈഗോ ആണ് വലുത് എന്നുള്ളതിനെ കുറിച്ചാണ്, ആരാണ് ഫൈറ്റിൽ വിജയിക്കുക എന്ന് മാത്രമാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതല്ലേ. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ മകനോ അല്ലെങ്കിൽ നമ്മളുടെ മകളോ ഇതൊക്കെ കണ്ട് പേടിച്ച് നിസ്സഹായ അവസ്ഥയിൽ ഒരു നിൽപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതിലൂടെ നിങ്ങൾ കുഞ്ഞിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ തർക്കങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നിങ്ങളുടെ മക്കൾ തന്നെയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ദേഷ്യവും വാശിയും ഒക്കെ നമ്മൾ തീർന്ന് കയ്യിൽ കിട്ടിയ എന്തുകൊണ്ടും കുഞ്ഞുങ്ങളെ പെരുമാറിയും അടിച്ചും കൊണ്ടൊക്കെ തന്നെയാണ് അരിശം മുഴുവൻ നമ്മൾ തീർക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറച്ച് സമയമല്ലേ മക്കളതൊക്കെ സഹിച്ചോളും എന്നുള്ളത്. പക്ഷേ ഒരു ഉദാഹരണം ഞാൻ പറയാൻ കേട്ടോ നിങ്ങളോട്. നിങ്ങൾ ഒരു ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. തൊട്ടടുത്തുള്ള സീറ്റിലിരിക്കുന്ന രണ്ട് പേര് ഭയങ്കര ശബ്ദത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവർ വഴക്കിടുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. കേവലം 2-3 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് യാത്ര ചെയ്യാനുണ്ടായിരിക്കും, ആ യാത്ര മുഴുവനാക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. 1-2 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന ഈ അസ്വാരസ്യങ്ങളും തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കേവലം 1-2 മണിക്കൂറും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ജീവിതകാലം മുഴുവൻ നമ്മുടെ മക്കൾ നമ്മളെ സഹിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഫൈറ്റും നിങ്ങളുടെ തർക്കം കാരണം, ദിവസവും വീട്ടിലുണ്ടാകുന്ന തർക്കങ്ങൾ കാരണം, ഭാര്യ തർക്കങ്ങളിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഭർത്താക്കന്മാരുടെ അടിച്ചമർത്തലുകളിൽ തോറ്റുപോകുന്നത് എങ്കിൽ അവരുടെ ദേഷ്യം മുഴുവൻ അവർ കുട്ടികളോടാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. സ്ത്രീകളാണിത്. ഉള്ളത് പറയുമ്പോൾ ദേഷ്യം തോന്നിയിട്ടോ ട്രോളിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല കേട്ടോ. ഒന്ന് ഓർമ്മിച്ചോളൂ, നിങ്ങളുടെ മക്കള് കൂടുതൽ ക്രിമിനലായി തീരാനുള്ള സാധ്യത ഉണ്ടാവുമെന്നുള്ളതാണ് ഈ പശ്ചാത്തലത്തിൽ വരുന്നവർ. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കട്ടെ. എന്തിനാണ് എന്നെ തല്ലുന്നത് എന്ന് പോലും അറിയാതെ പകച്ചു പോകുന്ന ബാല്യങ്ങളാണ് നമ്മളുടെ മക്കളൊക്കെ ആ അവസ്ഥയിലുണ്ടാകുന്നത്. അയാൾ പലപ്പോഴും പരസ്പര ബഹുമാനമില്ലാത്ത വാക്കുകളൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു മാനസികമായിട്ട് നിങ്ങളെ വാല്യൂ ആണ് നിങ്ങൾ കളയുന്നത്, ഇല്ലാതാക്കുന്നതും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് അവൻ അല്ലെങ്കിൽ അവള് ഈ സംഭവത്തിലും അത് കാണിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ഭാര്യ ഭർത്താവിനോടോ അല്ലെങ്കിൽ തിരിച്ചോ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു കോപ്രായമുണ്ട്. അത് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ വൈകാതെ തന്നെ ഒരു മാനസിക ഡോക്ടറെ നിങ്ങളുടെ മക്കളെ കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അവൻ്റെയോ അല്ലെങ്കിൽ അവളുടെ ഭാവി വളരെയധികം വേദനാജനകമായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ മോശമായ കുട്ടിക്കാല ജീവിതകാല അനുഭവങ്ങൾ കാരണം കൊണ്ട് ആ കുട്ടി സൈക്കോളജിക്കലായിട്ട് സൈക്കോ ട്രോമയിലേക്ക് പോകുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്കുണ്ടാവുമെന്നുള്ളതാണ്. മറിച്ച് നിങ്ങളൊക്കെ പിരിയാൻ തീരുമാനിച്ചാലോ അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാലോ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ കുഞ്ഞിൻ്റെ ഭാവി അപ്പോഴും ത്രാസിൽ തന്നെയാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഈ സ്വഭാവം മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ള മാർഗങ്ങൾ തേടി പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ലഹരിയാവാം, മദ്യമാവാം, ഡ്രഗ്സ് ആവാം, അതുമല്ലെങ്കിൽ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട വേണമെന്നുള്ളതാണ്. തിരുത്തപ്പെടേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. എവിടെയാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെന്ന് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് യാഥാർത്ഥ്യ മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം കേട്ടോ. മറ്റുള്ള കുറുക്കു വഴികളൊന്നും ഈ കാര്യത്തിൽ തീരെ ഇല്ല എന്നുള്ളതാണ്. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിന്റെ ഈ യൂണിറ്റിയും ഹാർമോണിയവുമാണ് മക്കൾക്ക് എപ്പോഴും ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം മനസ്സിലാക്കാം, 3 കാര്യങ്ങൾ പറയാം. 1, മക്കളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഒരു കാരണവശാലും ഫൈറ്റ് ചെയ്യരുത്. 2, ആരോഗ്യമില്ലാത്ത സംവാദങ്ങളിലേക്ക് നിങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ്. 3ാമത്തത്, നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളെ ഭാര്യയോ ഭർത്താവോ രണ്ടിൽ ആരെങ്കിലും ആൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ച് ഒരു കാരണവശാലും നിങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഈഗോ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ബന്ധത്തിന്റെ ഇടയിലുള്ള ഉറപ്പിന്റെ ബന്ധം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു പാലം, ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മളെ മക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്ഷമിച്ചുകൊണ്ടും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടും നമ്മൾ മുന്നേറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളുടെ ഭാവി നന്നായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫൈറ്റിംഗ് എല്ലാം നിർത്തിവെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതവും കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മക്കളും കുട്ടികളും നിങ്ങളും തമ്മിൽ ഒരുമിച്ച് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും സ്നേഹം മാത്രം. താങ്ക് യു. നമസ്കാരം.